ഒരു ക്ലോസറ്റ് അടഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിങ്ക് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാം. അപ്പോൾ പല്ലുവേദന വരുമ്പോഴാണ് സിങ്ക് ബ്ലോക്ക് ആവുന്നതും ക്ലോസറ്റ് അടയുന്നതൊക്കെ. വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിലൊക്കെ ആയിരിക്കും ഇങ്ങനെ ബ്ലോക്ക് ആകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഈ ഒരു സാധനം എല്ലാ വീട്ടിലും വാങ്ങി വെക്കണം കേട്ടോ. ഇതിൻ്റെ പേരാണ് ഡ്രൈനേജ് ബ്ലോക്ക് ക്ലീനർ എന്നത്. ഇതില്ല എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം എന്നുള്ളത് പറയാം. ഡ്രൈനേജ് ബ്ലോക്ക് ക്ലീനർ എന്നുള്ളത് പറയാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ സിങ്കും ടോയ്ലറ്റും ഒക്കെ അടഞ്ഞു കഴിഞ്ഞാൽ ഒഴിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ മതി. സത്യത്തിൽ ഇത് കാസ്റ്റിക് സോഡ എന്ന് പറയുന്ന മെറ്റീരിയലാണ് കേട്ടോ. സിങ്ക് ആണെന്നുണ്ടെങ്കിലും ടോയ്ലറ്റ് ആണെന്നുണ്ടെങ്കിലും മുകളിലേക്ക് ഒരുപാട് വെള്ളം പൊങ്ങി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം ആദ്യം കോരി ഒഴിവാക്കുക. അതിനുശേഷം ഈ ഒരു കാസ്റ്റിക് സോഡ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 5 ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് തിളച്ച വെള്ളം ഒഴിക്കരുത്. അതിനുശേഷം ഒരു അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും സംഗതി ഏറെക്കുറെ റെഡി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. ഇനി അഥവാ കാസ്റ്റിക് സോഡ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് സിങ്കിലേക്കോ അല്ലെങ്കിൽ ടോയ്ലറ്റിലേക്കോ ഒഴിച്ചതിന് ശേഷം ചുടുവെള്ളം ഒഴിച്ച് ഇതേ പ്രോസസ്സ് തന്നെ ചെയ്ത് നോക്കുക. ഈ ഒരു സാധനത്തിൻ്റെ പേരാണ് പ്ലഞ്ചർ. സംഗതി ഹാർഡ്വെയർ ഷോപ്പുകളിലൊക്കെ കിട്ടും. പറ്റുന്നവർ ഒന്ന് വീട്ടിൽ വാങ്ങി വെച്ചാൽ ഇതുപോലെ ചില വീടുകളിൽ ഇടയ്ക്കിടെ ഇങ്ങനെ ബ്ലോക്ക് ആവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീടുകളിലൊക്കെ ഈ ഒരു സാധനം വാങ്ങി വെച്ചാൽ ഉപകാരപ്രദമാകും കേട്ടോ. സാധാരണ ടോയ്ലറ്റുകൾ ബ്ലോക്ക് ആകുന്നതിനേക്കാൾ കൂടുതൽ ബ്ലോക്ക് ആകുന്നത് നമ്മളെ കിച്ചണിലുള്ള സിങ്കുകളാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്രമൊക്കെ മോറുന്ന സമയത്ത് ഈ നെയ്യ് ഈ പൈപ്പിലൂടെ പോയിട്ട് സ്ലോപ്പില്ലാത്ത ഭാഗങ്ങളിൽ ചെന്നിട്ട് കെട്ടിക്കിടക്കും. അങ്ങനെയാണ് ഈ ബ്ലോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ കാസ്റ്റിക് സോഡയും അതിനുശേഷം ചുടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇത് ചൂടായിട്ട് ഈ നെയ്യ് ഉരുകിയിട്ടാണ് ഈ ബ്ലോക്ക് റിപ്പയർ ആകുന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പണികളൊന്നും ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം നല്ല ബ്ലോക്ക് തന്നെയാണ്. സാധാരണ ഈ രീതിയിൽ വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ടോയ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ തുണികൾ അല്ലെങ്കിൽ പേപ്പർ, കുട്ടികളുടെ ഈ പാമ്പേഴ്സ് പോലത്തുള്ള സംഗതികളൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് ബ്ലോക്ക് ആവാറുള്ളത്. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് ആയിട്ടുള്ളത് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ബ്രഷിൻ്റെ ആ ഒരു തലഭാഗം പൊട്ടി അതിലേക്ക് അടഞ്ഞ് ഉള്ളിലേക്ക് കയറിപ്പോയതുകൊണ്ടാണ് കേട്ടോ. അത് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷം അങ്ങനെ അവർക്ക് അത് എടുക്കാൻ കിട്ടിയില്ല. പിന്നെ ഫ്ലഷ് ചെയ്ത് അതിൻ്റെ അടിയിൽ പോയിട്ട് കുടുങ്ങി. അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ അടഞ്ഞത് സിങ്ക് ആണെന്നുണ്ടെങ്കിലും ക്ലോസറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നേരെ പുറത്തേക്ക് ചെല്ലുക. സാധാരണയായിട്ട് പ്ലംബിങ് ചെയ്തിട്ടുള്ള വർക്കുകളിൽ ഈ സിങ്കിൻ്റെ ആണെങ്കിലും ടോയ്ലറ്റിൻ്റെ ആണെങ്കിലും പുറകിലായിട്ട് ഒന്നുകിൽ ഒരു ഡോർ എൽബോ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഡോർ ടീ ഇട്ടിട്ടുണ്ടാവും. അത് നമുക്ക് തുറന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഡോറ് പുറത്തേക്ക് തുറക്കുന്ന സമയം തന്നെ വെള്ളം പുറത്തേക്ക് ഇങ്ങോട്ട് തള്ളി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഡോർ എൽബോയിൽ നിന്നും താഴേക്ക് കുഴി വരെ പോയിട്ടുള്ള പൈപ്പിൽ എവിടെയാണ് ബ്ലോക്ക് എന്നാണ്. അതല്ല വെള്ളം വരുന്നില്ല, ഡോർ എൽബോയിൽ വെള്ളം വരുന്നില്ല, എന്നാൽ സിങ്കിലോ ടോയ്ലറ്റിലോ ബ്ലോക്കാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ടോയ്ലറ്റിലോ അല്ലെങ്കിൽ സിങ്കിലോ അങ്ങോട്ടേക്ക് പോകുന്ന പൈപ്പിലാണ് ബ്ലോക്ക് ആയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഡോർ എൽബോയിൽ നിന്നും കുഴിയിലേക്കുള്ള ഭാഗത്താണ് അടഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഡോർ എൽബോയിലൂടെ നമ്മൾ കിണറ്റിൽ നിന്നും വരുന്ന പമ്പിൻ്റെ പൈപ്പ് ഉള്ളിലേക്ക് കുറച്ച് തുണി ചുറ്റി വലുതാക്കിയതിന് ശേഷം വട്ടം വലുതാക്കിയതിന് ശേഷം ആ ഡോർ എൽബോയിലേക്ക് കറക്റ്റ് ഫിറ്റായിട്ട് തള്ളി കയറ്റിയിട്ട് പമ്പ് ഓൺ ചെയ്യുക. അങ്ങനെ ആ ഒരു ഭാഗം ക്ലിയർ ആകുന്നതാണ് കേട്ടോ. ഇനി അതല്ല ടോയ്ലറ്റിലേക്കോ അല്ലെങ്കിൽ സിങ്കിലേക്കോ പോകുന്ന ഭാഗത്താണ് അടഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം അഴിച്ച് റിപ്പയർ ചെയ്യാം. സംഭവം സാധാരണക്കാർക്ക് ഈ ഒരു അഴിച്ച് റിപ്പയർ ചെയ്യൽ അറിയുമോ എന്നറിയില്ല. എന്തായാലും ക്ലോസറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അഴിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു ക്ലോസറ്റ് ഞാൻ അഴിച്ച് കാണിച്ചു തരാം. സ്ക്രൂ എല്ലാം തുരുമ്പെടുത്തിട്ടുണ്ടാകും. അപ്പോൾ ക്ലോസറ്റ് പൊട്ടാതെ അഴിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്ക്രൂ അഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് ക്ലോസറ്റ് പൊക്കി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ക്ലോസറ്റിൻ്റെ ഉള്ളിൽ സാധാരണ നമ്മൾ ക്ലോസറ്റിൽ നിന്നും പുറത്തേക്ക് പോകുന്ന പൈപ്പിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. എന്നാൽ ഈ ഒരു ക്ലോസറ്റിൻ്റെ ഉള്ളിലുള്ള വട്ടം എന്ന് പറയുന്നത് 2.5 ഇഞ്ചോളം വട്ടേ വരുള്ളൂ. മാത്രമല്ല അതിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ആണ് പോകുന്നത്. അതായത് ആ ഒരു കുറച്ച് വെള്ളം എപ്പോഴും ക്ലോസറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ട്രാപ്പ് എന്ന് പറയും. അത് എസ് ട്രാപ്പുള്ള ക്ലോസറ്റും ഉണ്ട്, പി ട്രാപ്പുള്ള ക്ലോസറ്റും ഉണ്ട്. അതല്ലാതെ സൈഫോണിക്കിൽ വരുന്ന ക്ലോസറ്റ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ വണ്ണം കുറയും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ പമ്പേഴ്സ് പോലുള്ള നാപ്കിന് പോലുള്ള തുണികൾ അല്ലെങ്കിൽ പേപ്പർ അങ്ങനത്തെ ഒന്നും ക്ലോസറ്റിലേക്ക് ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇട്ട് കഴിഞ്ഞാൽ ഈ ക്ലോസറ്റിൻ്റെ ഈ ട്രാപ്പിൽ ചെന്നിട്ട് അടയും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന വേറൊരു ടൂളും കൂടി കാണിച്ചു തരാം. ഇതൊരു പ്രത്യേകതരം സ്പ്രിങ് ആണ് കേട്ടോ. ഈ ഒരു സ്പ്രിങ് നമ്മൾ സിങ്കാണോ ബ്ലോക്ക് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ സിങ്കിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ മുകളിൽ നിന്നും താഴേക്ക് തള്ളി ഇറക്കുക. അതിനുശേഷം ഇതിൻ്റെ ഏറ്റവും എൻഡിലായിട്ടൊരു ഹാൻഡിലുണ്ട്. ആ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ ബ്ലോക്കുള്ള ഭാഗങ്ങളെല്ലാം
ക്ലിയറായി ഈ ഒരു സ്പ്രിങ് മുന്നോട്ട് പോകും. അതിനുശേഷം മുഴുവനായിട്ട് തള്ളിയിട്ട് തിരിച്ചു ഊരി കഴിഞ്ഞാൽ ബ്ലോക്കുള്ള സംഗതി, ഇനി അഥവാ തുണിയാണെങ്കിൽ അല്ലെങ്കിൽ ചകിരി പോലത്തെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിലൊക്കെ ഇതിൽ കൊളുത്തി തിരിച്ചു വലിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു 3 സാധനങ്ങളാണ് പ്രധാനമായിട്ടും ബ്ലോക്കിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിവുള്ളവർ ഈ സാധനങ്ങൾ വാങ്ങി വെക്കുക. ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.